നമസ്കാരം. വെട്ട ന്യൂസ് പ്രൈം ടുഡേയിലേക്ക് സ്വാഗതം. കിൻഷിപ്പ് സെന്ററും സാന്ത്വനം കൂട്ടായ്മയും ചേർന്ന് ഭിന്നശേഷിക്കാർക്ക് വേണ്ടി സൗജന്യ മെഗാ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിക്കുന്നു. കളിക്കുന്നതിനിടെ ഷർട്ട് ആണിയിൽ കുരുങ്ങി വിദ്യാർത്ഥി മരിച്ചു. ഡോക്ടർ ഗുരു ഗോപിനാഥിൻ്റെ 117ാമത് ജന്മവാർഷികത്തിൽ തിരൂർ തുഞ്ചൻ പറമ്പിൽ നടനവിലാസം കേരള നടനം നൃത്തോത്സവം നടത്തി. കുടുംബാംഗങ്ങളുമൊത്ത് വീടിനു സമീപത്തെ കായലിൽ കുളിക്കുന്നതിനിടെ വിദ്യാർത്ഥിനി മുങ്ങി മരിച്ചു. യു കലാനാഥൻ മാസ്റ്ററുടെ സ്മരണയിൽ പരപ്പനങ്ങാടി നവജീവൻ വായനശാല ഏർപ്പെടുത്തിയ നവജീവൻ ജനപ്രിയ പുരസ്കാരം സമ്മാനിച്ചു. പച്ചാട്രി ഗ്രാമബന്ധു വായനശാല കലാസമിതിയുടെ ആഭിമുഖ്യത്തിൽ SSLC +2 പരീക്ഷയിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെ ആദരിച്ചു. വിശദമായ വാർത്തകളിലേക്ക്. ഭിന്നശേഷിയുള്ള വ്യക്തികളുടെ ആരോഗ്യം ശ്രദ്ധയിൽ വെച്ച് കിൻഷിപ്പ് റീഹാബിലിറ്റേഷൻ സെന്ററും സാന്ത്വനം കൂട്ടായ്മയും ചേർന്ന് സൗജന്യ മെഗാ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിക്കുന്നു. ജൂൺ 26 വ്യാഴാഴ്ച രാവിലെ 8 മണിക്ക് ക്യാമ്പ് കിൻഷിപ്പ് ഹാളിൽ നടക്കും. ആഗോള പരിചരണത്തിൽ വിപുലമായ സേവനങ്ങൾക്കായുള്ള ഈ ക്യാമ്പിൽ വിവിധ മെഡിക്കൽ വിഭാഗങ്ങളിൽ നിന്നുള്ള വിവിധ ഡോക്ടർമാർ പങ്കെടുക്കുന്നു. ദന്തവിഭാഗം, ജനറൽ മെഡിസിൻ, നേത്രവിഭാഗം, ഓങ്കോളജി, ENT, പീഡിയാട്രിക്സ്, ഗൈനക്കോളജി, സ്പീച്ച് തെറാപ്പി, ഡയറ്റീഷ്യൻ തുടങ്ങിയ വിഭാഗങ്ങളിൽ സേവനങ്ങൾ നൽകും. 125 പേർക്കാണ് രജിസ്ട്രേഷൻ സൗകര്യം ഏർപ്പെടുത്തിയിരിക്കുന്നത്. താൽപ്പര്യമുള്ളവർ മുൻകൂട്ടി ബുക്ക് ചെയ്യേണ്ടതാണ്. ക്യാമ്പ് മുഴുവൻ സൗജന്യമായിട്ടാണ് നടത്തുന്നത്. ക്യാമ്പിന്റെ ഉദ്ഘാടനം മലബാർ ഡെന്റൽ കോളേജ് ആൻഡ് റിസർച്ചിംഗ് സെന്റർ ചെയർമാൻ ഡോക്ടർ CP അലിബാവ നിർവഹിക്കും. കൂടാതെ കേരളത്തിലെ പ്രശസ്തമായ കണ്ണാശുപത്രിയായ കോൺട്രസ്റ്റും മലബാർ ഡെന്റൽ കോളേജും തിരൂർ ജില്ലാ ആശുപത്രിയും ഡോക്ടേഴ്സ് സ്പെഷ്യാലിറ്റി ലാബ് തുടങ്ങിയ പ്രമുഖ സ്ഥാപനങ്ങളും പങ്കെടുക്കുന്നു. സ്നേഹതീരം വളണ്ടിയർ വിങ്ങാണ് ക്യാമ്പിന് വളണ്ടിയറിംഗ് സേവനം നൽകുന്നത്. ഭിന്നശേഷിയുള്ളവർക്ക് നിലവിലെ ആരോഗ്യ സൗകര്യങ്ങൾ കൂടുതൽ എളുപ്പത്തിൽ ലഭ്യമാക്കുന്ന രീതിയിലാണ് ഈ ക്യാമ്പ് ഒരുക്കിയിട്ടുള്ളത്. സമൂഹത്തിന്റെ ദൗത്യബോധത്തിന്റെ ഭാഗമായാണ് ഈ സംരംഭം. സമരംഭമെന്ന് കോർഡിനേറ്റർമാർ അറിയിച്ചു. കിൻഷിപ്പ് ഡയറക്ടർമാരായ നാസർ കുറ്റൂർ, അബ്ദുൾ ഫസൽ, സ്വാന്തന കൂട്ടായ്മ അംഗം ദിലീപ് അമ്പായത്തിൽ, സ്നേഹതീരം അംഗം പാഷ ഷുക്കൂർ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. വെട്ടം ന്യൂസ്, തിരൂർ. കളിക്കുന്നതിനിടെ ഷർട്ട് ആണിയിൽ കുരുങ്ങി വിദ്യാർത്ഥി മരിച്ചു. വള്ളിക്കാഞ്ഞിരം സ്വദേശി കിഴക്കേവളപ്പിൽ ധ്വനിത് ആണ് മരണപ്പെട്ടത്. പുറത്തുനിന്നെത്തിയ അച്ഛനാണ് ആണിയിൽ കുരുങ്ങിയ നിലയിൽ കുട്ടിയെ കണ്ടത്. അയൽവാസിയെ വിളിച്ചുവരുത്തി ധ്വനിത്തിനെ ഉടൻ തിരൂർ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചു. പ്രാഥമിക ചികിത്സയ്ക്കു ശേഷം കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. തുടർന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. ശനിയാഴ്ച വൈകിട്ടോടെയാണ് മരിച്ചത്. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം തിരൂർ പൊറ്റിലാത്തറ ശ്മശാനത്തിൽ സംസ്കരിച്ചു. നിറമരുതൂർ ഗവൺമെന്റ് UP സ്കൂളിലെ 6ാം ക്ലാസ് വിദ്യാർത്ഥിയാണ്. വെട്ടം ന്യൂസ്, നിറമരുതൂർ. കേരള നടനത്തിന്റെ ഉപജ്ഞാതാവും ലോകപ്രശസ്ത നർത്തകനുമായ നടന കലാനിധി ഡോക്ടർ ഗുരു ഗോപിനാഥിന്റെ 117ാമത് ജന്മവാർഷികത്തിൽ തിരൂർ തുഞ്ചൻ പറമ്പിൽ നടനവിലാസം കേരള നടനം നൃത്തോത്സവം നടത്തി. നർത്തകിമാർ ഗുരുവിന് നൃത്താഞ്ജലി അർപ്പിച്ചു. ഗുരുജിയുടെ ശിഷ്യ വിശ്വകലാകേന്ദ്രം പങ്കജവല്ലി ടീച്ചർ മേൽനോട്ടം വഹിച്ച മുദ്ര ഡയലക്ട് ഓഫ് ഡാൻസസിന്റെ നൃത്തത്തിലാണ് പരിപാടികൾ നടത്തിയത്. പ്രശസ്ത നർത്തകി വിശ്വകലാകേന്ദ്രം പങ്കജവല്ലി ടീച്ചർ ഉദ്ഘാടനം ചെയ്തു. സുരേന്ദ്രൻ പട്ടേന അധ്യക്ഷത വഹിച്ചു. തിരൂർ നഗരസഭാ പ്രതിപക്ഷ നേതാവ് അഡ്വക്കേറ്റ് S ഗിരീഷ്, സദനം റഷീദ്, നർത്തകരായ നിരഞ്ജൻ മടപ്പള്ളി, ബൈജു കൃഷ്ണ, RS രശ്മി, ആശിഷ് ശശിധരൻ, അഭിജിത്ത് ഭാർഗവൻ, സദനം, PK രമേശൻ എന്നിവർ പ്രസംഗിച്ചു. പരിപാടിയിൽ 30 കേരള നടന നൃത്തങ്ങൾ അവതരിപ്പിച്ചു. നൃത്താവതരണത്തിനു ശേഷം നൃത്താധ്യാപകരെയും നൃത്തോത്സവത്തിൽ പങ്കെടുത്ത നർത്തകരെയും അനുമോദിച്ചു. വെട്ട ന്യൂസ്, തിരൂർ. കുടുംബാംഗങ്ങളുമൊത്ത് വീടിനു സമീപത്തെ കായലിൽ കുളിക്കുന്നതിനിടെ വിദ്യാർത്ഥിനി മുങ്ങി മരിച്ചു.
ഇരിങ്ങാവൂർ മണ്ടകത്തിൽ പറമ്പിൽ പാറപ്പറമ്പിൽ മുസ്തഫയുടെ മകൾ ഫാത്തിമ മിൻഹയാണ് മരണപ്പെട്ടത്. വളവന്നൂർ ബാഫക്കി സ്കൂളിലെ 9ാം ക്ലാസ് വിദ്യാർത്ഥിയാണ്. ഞായറാഴ്ച ഉച്ചയ്ക്ക് മാതാവിനും മറ്റു കുടുംബാംഗങ്ങൾക്കുമൊപ്പം വീടിനു സമീപത്തെ കായലിൽ കുളിക്കുന്നതിനിടയിൽ മുങ്ങുകയായിരുന്നു. തുടർന്ന് കുട്ടിയെ മുങ്ങിയെടുത്ത് കരയിലെത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല. മൃതദേഹം തിരൂർ ജില്ലാ ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റി. മാതാവ് നജിലാബി, അലി ഫർഹാൻ, മിസ്ന ഫാത്തിമ എന്നിവരാണ് സഹോദരങ്ങൾ. വിദ്യാർത്ഥിയുടെ മരണത്തെ തുടർന്ന് വളവന്നൂർ ബാക്കഫി യത്തീംഖാന വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിന് തിങ്കളാഴ്ച അവധി പ്രഖ്യാപിച്ചു. വെട്ടന്യൂസ് തിരൂർ. യു കലാനാഥൻ മാസ്റ്ററുടെ സ്മരണയിൽ പരപ്പനങ്ങാടി നവജീവൻ വായനശാല ഏർപ്പെടുത്തിയ നവജീവൻ ജനപ്രിയ പുരസ്കാരം സമ്മാനിച്ചു. പുളിക്കകലത്ത് പ്ലാസ ഓഡിറ്റോറിയത്തിൽ മുൻ വിദ്യാഭ്യാസ മന്ത്രി പ്രൊഫസർ സി രവീന്ദ്രനാഥ് ആണ് അവാർഡ് സമ്മാനിച്ചത്. എല്ലാ അധികാരങ്ങളും കേന്ദ്രീകൃതമാക്കാൻ ശ്രമം നടക്കുന്ന ഈ കാലത്ത് ദാർശനിക തലത്തിലും പ്രവൃത്തിയിലും വികേന്ദ്രീകരണം എന്ന ആശയം സ്വാംശീകരിക്കുകയും സ്വന്തം പഞ്ചായത്തിൽ നടപ്പാക്കുകയും ചെയ്ത ആളായിരുന്നു കലാനാഥൻ മാഷെന്ന് പ്രൊഫസർ പറഞ്ഞു. അദ്ദേഹത്തെപ്പോലൊരു മഹാവ്യക്തി സ്മരണവാക്കുകളിലോ ചിന്തകളിലോ മാത്രമല്ല ഉണ്ടാകേണ്ടത് എന്നും പ്രവൃത്തിപഥത്തിൽ കൊണ്ടുവരാൻ ജനപ്രതിനിധികൾ മുന്നോട്ടു വരണമെന്നും മാഷ് ഊന്നിപ്പറഞ്ഞു. വള്ളിക്കുന്ന് പഞ്ചായത്തിലെ KV അജയ്കുമാർ പുരസ്കാരം ഏറ്റുവാങ്ങി. ജൂറിയുടെ പ്രത്യേക പുരസ്കാരം മഞ്ചേരി മുനിസിപ്പാലിറ്റി കൗൺസിലർ അഹമ്മദ് ഹുസൈൻ മേച്ചേരിക്ക് കലാനാഥൻ മാഷുടെ പത്നി ശോഭ ടീച്ചർ സമ്മാനിച്ചു. T അജിത് കുമാർ കലാനാഥൻ മാഷെ അനുസ്മരിച്ച് സംസാരിച്ചു. ജൂറി അംഗം സായി കിഷോർ പുരസ്കാര നിർണയത്തിൽ ഉപയോഗിച്ച മാനദണ്ഡങ്ങളെക്കുറിച്ചും നിർണയ രീതികളെക്കുറിച്ചും സംസാരിച്ചു. മുനിസിപ്പാലിറ്റിയിലെ പ്രതിപക്ഷ നേതാവ് T കാർത്തികേയൻ, വാർഡ് കൗൺസിലർ ജൈനിഷ മണ്ണാറക്കൽ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. വായനശാല പ്രസിഡന്റ് വിനോദ് തള്ളശ്ശേരി അധ്യക്ഷത വഹിച്ചു. ചടങ്ങിന് സെക്രട്ടറി മനീഷ് KP സ്വാഗതവും വനിതാവേദി സെക്രട്ടറി K ശീതള നന്ദിയും അർപ്പിച്ചു. MTയുടെ പള്ളിവാളും കാൽച്ചിലമ്പും എന്ന ചെറുകഥയെ അടിസ്ഥാനമാക്കി നിഷ പന്താവൂർ രചിച്ച് സാക്ഷാത്കരിച്ച പെൺതെളിച്ചം എന്ന ഏകപാത്ര നാടകം അരങ്ങേറി. വെട്ടം ന്യൂസ് താനൂർ. പച്ചാട്ടിരി ഗ്രാമബന്ധു വായനശാല കലാസമിതിയുടെ ആഭിമുഖ്യത്തിൽ SSLC+2 പരീക്ഷയിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ വെട്ടം പഞ്ചായത്തിലെ ഗ്രാമബന്ധു വായനശാല പരിധിയായ 3, 4, 5 വാർഡുകളിലെ ഫുൾ A+ നേടിയ എല്ലാ വിദ്യാർത്ഥികളെയും ആദരിച്ചു. കുട്ടികൾക്കുള്ള ഉപഹാര വിതരണോദ്ഘാടനം കേരള സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിൽ തിരൂർ താലൂക്ക് സെക്രട്ടറി P രവീന്ദ്രൻ മാസ്റ്റർ നിർവഹിച്ചു. ഗ്രാമബന്ധു ജൂബിലി ഹാളിൽ ചേർന്ന അനുമോദന പ്രസംഗത്തിൽ C ഭാസ്കരൻ മാസ്റ്റർ സ്വാഗതം ആശംസിച്ചു. P കൃഷ്ണൻകുട്ടി മാസ്റ്റർ അധ്യക്ഷനായിരുന്നു. വിദ്യാർത്ഥി പ്രതിഭകൾക്ക് വെട്ടം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രജനി മുല്ലയിൽ, തുഞ്ചത്തെഴുത്തച്ഛൻ മലയാളം സർവകലാശാല അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ സ്മിത എന്നിവർ ആശംസകൾ അർപ്പിച്ചു സംസാരിച്ചു. സാമൂഹിക വിദ്യാഭ്യാസ രംഗത്തെ ഒട്ടേറെ പേർ പങ്കെടുത്ത സദസ്സിന് വായനശാല വൈസ് പ്രസിഡന്റ് P വാസുദേവൻ മാസ്റ്റർ നന്ദിയും പറഞ്ഞു. വെട്ടന്യൂസ് പറവണ്ണ. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.